ഇസ്രായേലി സേന കഴിഞ്ഞ 3 ദിവസമായിട്ട് വെസ്റ്റ് ബാങ്കിലും, അതായത് പാലസ്റ്റീൻ്റെ മറ്റൊരു ഭാഗം, അത് നേരത്തെ ഏകദേശം 6 മാസം മുമ്പ് ഇസ്രായേലി ഗവൺമെൻറ്റും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അത് ഇസ്രായേലിൻ്റെ പാർട്ടാണ്, അത് പാലസ്റ്റീൻ അല്ല. അതിന് പ്രത്യേക ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അത് അനക്സേഷൻ ചെയ്ത് കഴിഞ്ഞു. എന്താണ് അവർ ഇപ്പോൾ ഇസ്രായേലി IDF ഫോഴ്സും അവരുടെ ജോയിൻ്റ് ഓപ്പറേഷൻ നടക്കുകയാണ്. അതായത് സാനിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് അവിടെയുള്ള ഇസ്ലാമിക പ്രവർത്തകരെ മുഴുവനും പുറത്താക്കുക. അപ്പം അതിൻ്റെ ഒരു കാരണമുണ്ട്. അത് ട്രംപ് വന്ന ശേഷമാണ് ഇതിന് ഉത്തരവ് കൊടുത്തു എന്നാണ് ഇസ്രായേലി മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അവിടെ ഈ ഹമാസിൻ്റെ പല ലീഡേഴ്സും അവിടെ വന്നിട്ടുണ്ട്, കാരണം ഗാസയിൽ നിൽക്കാൻ പറ്റാതെ. അതേപോലെ ലെബനൻ, അവിടെ ഉണ്ടായിരുന്ന ഹിസ്ബുള്ളയുടെ പല നേതാക്കളും അവരുടെ ലീഡേഴ്സ്, കാരണം ലെബൻ്റെ അകത്ത് കഴിഞ്ഞ് ഇസ്രായേൽ ബോംബ് ചെയ്യും, അവരും വന്നിട്ടുണ്ട്. സിറിയയിൽ നിന്നും വന്നിട്ടുണ്ട്. ഈ നേതാക്കളെല്ലാം അവിടെ ഇപ്പോൾ അതേപോലെ തന്നെ ഒരു ജിഹാദിൻ്റെ ഒരു ഫാക്ടർ തന്നെയായിരുന്നു ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. അതായത് ഹമാസിന് വരെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്ന ഈ പാലസ്റ്റീൻ അതോറിറ്റിയാണ് ഭരിക്കുന്നെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് പവറൊന്നുമില്ല. ഇപ്പം മറ്റുള്ള ലോകരാജ്യങ്ങളും അവർക്ക് ഇഷ്ടം പോലെ ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഈ ഫണ്ടിനകത്ത് അടിച്ചു കൊടുത്ത്, അതായത് മത തീവ്രവാദ പ്രവർത്തനങ്ങളും ലോകത്തെ തീവ്രവാദ പ്രവർത്തനം എങ്ങനെ നടത്താമെന്നതിനെപ്പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറി. കാരണം ഗ്ലോബലായിട്ട് ഇഷ്ടം പോലെ ഫണ്ട് വരും. ഇത് തിന്നു കൊഴുത്തിട്ട് ഭീകരപ്രവർത്തനം മാത്രം ചെയ്യുന്ന ഒരു ഏറിയയായിരുന്നു ബേസിക്കലി വെസ്റ്റ് ബാങ്ക്. ഇനി അത് മാറാൻ പോവുകയാണ്. അത് ഇസ്രായേൽ ഏറ്റെടുക്കുന്നതിന് മുമ്പായിട്ട് അത് മുഴുവൻ ക്ലീൻ ചെയ്യണം. അതായത് ഈ പറയുന്ന ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാത്തവരുണ്ട്, സാധാരണക്കാരനുണ്ട്. അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവരും അവിടെ ചർച്ചകളും പരിപാടികളൊക്കെ വെസ്റ്റ് ബാങ്കിലുണ്ട്. അപ്പോൾ സാധാരണ മുസ്ലിങ്ങൾ ഇതുമായിട്ട് ഈ ഭീകരപ്രവർത്തനമായിട്ട് ബന്ധം ഇല്ലാത്തവരൊന്നും അവർ തൊടാൻ പോകുന്നില്ല. പക്ഷേ ഭീകരപ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഉൾപ്പെടെ അവിടുന്ന് പുകച്ച് അടിക്കാനാണ് ശ്രമം. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ എങ്ങാണ്ട് 10-13 പേര് കൊല്ലപ്പെട്ടു. ഒരു സീനിയറായിട്ടുള്ള ഇസ്ലാമിക മത തീവ്രവാദി ഭീകരപ്രവർത്തകൻ്റെ നേതാക്കൾ 4-5 പേരെ തട്ടി. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഓരോ വീടുകൾ നോക്കി നേരത്തെ ഇൻ്റലിജൻസ് ഇൻപുട്ട് കിട്ടിയതിൻ്റെ പേരിലുള്ള സെർച്ചും റെയ്ഡും, അതായത് വെടിവെച്ചങ്ങ് കൊല്ലും. അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും പോകുന്നൊന്നുമില്ല. കാരണം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് വീണ്ടും അവിടെ പോയിട്ട് ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു വേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കിട്ടുവാണ് അപ്പോഴേ തട്ടുക. ആ ഒരു പോളിസിയിലാണ് ഇപ്പോൾ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് ജോയിൻ്റ് ഓപ്പറേഷൻ നടത്തും. കാരണം അത് മിക്കവാറും 2-3 മാസം കഴിയുമ്പോൾ അത് ഇസ്രായേലിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. അപ്പോൾ ഇസ്രായേലിലുള്ള പല ആൾക്കാരും, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു, കാരണം പല ആൾക്കാരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുക ലോകത്തിൻ്റെ പല ഭാഗത്തും ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ളവർ. അപ്പോൾ അവർക്കെല്ലാം താമസിക്കാനുള്ള സൗകര്യവും പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്യാൻ വേണ്ടി ഇപ്പോഴേ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത്, അതായത് ഭീകരപ്രവർത്തനം സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ ഒരാളെ വെസ്റ്റ് ബാങ്കിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല, അവരെ ഉൾപ്പെടെ തട്ടിക്കുറക്കളയും. അപ്പോൾ ചില ആൾക്ക് പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്, അതിൻ്റെ ഹമാസിൻ്റെ പല നേതാക്കളും തട്ടിയിട്ടുണ്ട്, പക്ഷേ വിവരമൊന്നും പുറത്തു വിടുന്നില്ല. ഇപ്പം ഏതായാലും ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നെതന്യാഹു കൂടെ ജോയിൻ്റായിട്ട് തീരുമാനിച്ച കാര്യമാണ്, ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഭാഗമാകുന്നു. അതുപോലെ ലെബനൻ ഭാഗത്തു നിന്ന് ലെബനീസ് ഇപ്പോഴത്തെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലി സേന ഒഴിയണമെന്ന്. പക്ഷേ അത് അമേരിക്ക വളരെ പുച്ഛത്തോടാണ് തള്ളിയിരിക്കുന്നത്. തൽക്കാലം ഒഴിയണ്ട എന്നുള്ളതാണ് അമേരിക്കയുടെ, ഇസ്രായേലിൻ്റെയും മറ്റ് ലോകരാജ്യങ്ങളും പറയുന്നത്. പക്ഷേ ഫ്രാൻസ് പറഞ്ഞു അത് ഒരു ഡിസ്കസ് ചെയ്ത് എത്രയാണ് ബഫർ സോൺ ഇസ്രായേലിന് വേണ്ട, അതനുസരിച്ച് പ്രവർത്തിക്കുക. കാരണം ഇമ്മാനുവൽ മാക്രോൺ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ലെബനനിൽ വന്നൊരു വലിയൊരു വിസിറ്റായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു സീനിയർ യൂറോപ്യൻ ലീഡർ ലെബനനിൽ വരുന്ന. ഈ പറയുന്ന ഈ ഹിസ്ബുള്ള എല്ലാം നശിച്ച ശേഷം, ആസാദെല്ലാം പോയ ശേഷം. അതേപോലെ തന്നെ സിറിയയുടെ ഭാഗത്തും അപ്പോൾ അതിൻ്റെ ഡമാസ്കിൻ്റെ അടുത്ത് വരെ ഗോലൻ ഹൈറ്റ്സ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണ് അനക്സേഷനും എങ്ങനെയാണ് ഇസ്രായേൽ എക്സ്പാൻഡ് ചെയ്യേണ്ടത്? കാരണം ഈ വെസ്റ്റ് ബാങ്ക് പിടിച്ചു കഴിഞ്ഞ് ഈ ഭാഗമെല്ലാം കൂടെ ചേർത്ത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസും ഇസ്രായേലിനും അമേരിക്കയും ജോയിൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ സ്പെഷ്യൽ അഡ്വൈസ് സ്റ്റീഫൻ സി വിറ്റ്കോഫ്, അദ്ദേഹം ഇതിൻ്റെ ജോയിൻ്റ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് എക്സ്പാൻഷൻ പ്ലാനുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് മനസ്സിലാക്കുക, വരാൻ പോകുന്ന 6-7 മാസത്തിനുള്ളിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ ചെറിയ രാജ്യം ഒരു വലിയ രാജ്യമാകാൻ പോവുകയാണ്. അതായത്
വളരെ ഡോമിനേറ്റ് പവറുള്ള രാജ്യം, മൈറ്റി മിലിറ്ററി പവർ, അത് സുപ്പീരിയർ ആയിട്ടുള്ള, കാരണം അതിൽ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വെസ്റ്റ് ബാങ്ക് ക്ലെയിം ചെയ്യുന്നു. അതേപോലെ തന്നെ ലെബനൻ, ആ പിടിച്ച ഭാഗം അവരത് ഓക്കുപ്പൈ ചെയ്ത് അവിടെയും ഇത് ചെയ്യാൻ പോവുകയാണ്. അതേപോലെ ഗോലൻ ഹൈറ്റ്സ്, അവർ ആ വേലിയെല്ലാം പൊളിച്ച് മാറ്റിയിട്ട് ഡമാസ്കസിൻ്റെ 52 കിലോമീറ്റർ ആ സൈഡ് മുഴുവനും അവർ എക്സ്പാൻഷൻ നടത്തി കഴിഞ്ഞു. അതിൻ്റെ മാപ്പുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം വലുതാവുകയാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഉള്ള ഇസ്രായേലിൻ്റെ 4 ഇരട്ടിയോളം ഈ രാജ്യം, 4 5 ഇരട്ടിയാണ് ഇത് വലുതാകാൻ പോകുന്നത് 6 മാസം കഴിയുമ്പോൾ. അതിനാണ് അവർ ആൾക്കാരെ ഉൾപ്പെടെ അവിടെ സിറ്റിസൺഷിപ്പ് കൊടുത്ത് താമസിപ്പിക്കുന്ന പരിപാടി പുരോഗമിക്കുക. കാരണം സ്ഥലം വേണം, രാജ്യം വലുതാകണം, അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം. കാരണം ഓൾറെഡി ഇസ്രായേലി ഗവൺമെൻറ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു എത്ര ബില്യനാണ് ഈ വെസ്റ്റ് ബാങ്കിനാണെങ്കിലും ഈ ലെബനൻ പിടിച്ച സ്ഥലത്താണെങ്കിലും ഡമാസ്കസിന് എത്ര ബില്യൺ, അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ. അതായത് ഒരു നല്ല മൂവാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇതോടുകൂടി ചിലപ്പം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം വലുതാകി സൈന്യം വലിയ ശക്തമാകുകയും ചെയ്തു കഴിഞ്ഞാൽ ഇനിയുള്ള ഫർദർ ഈ മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യയിലുള്ള ഈ ടെററിസത്തിന് ഒരു അറുതി ഉണ്ടാകാൻ സാധ്യത കാണുമെന്നും മറ്റ് പല ഇസ്രായേലി പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.